Good morning, students. അടുത്ത question ഇതാണ്. Solve the recurrence relation an minus 3an minus 1 is equal to n greater than or equal to 1, a0 is equal to 1, a0 is equal to 1 by using generative function. Generative function ഉപയോഗിച്ച് ഈ recurrence relation solve ചെയ്യാം. നമുക്ക് a ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ എടുക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? an minus 3an minus 1 is equal to n. ഇതാണ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈഡ് ബൈ x raised to n. x raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? an x raised to n minus 3a minus 1 x raised to n is equal to n into x raised to n. ജനറേറ്റീവ് ഫംഗ്ഷൻ നമുക്കറിയാം. എന്താണ് ജനറേറ്റീവ് ഫംഗ്ഷൻ? g of x equal to a0 plus a1x plus a2x square plus a3x cube plus etc. ഇതിനെ നമ്മൾ സിഗ്മ n equal to 0 to infinity an x raised to n. n ന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടും? a0 കിട്ടും. n ന് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടും? a1x കിട്ടും. n ന് 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടും? നമുക്ക് a2x square etc. ഇതാണ് ജനറേറ്റീവ് ഫംഗ്ഷന്റെ സ്റ്റാൻഡേർഡ് ഫോം. ജനറേറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ എക്സ് റേസ് ചെയ്യുന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത ശേഷം ഇവിടെ n-1 ആണ്. ഈ ലോവസ്റ്റ് സബ്സ്ക്രിപ്റ്റ് n-1 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സിഗ്മ n equal to 1 to 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് n equal to 1 to infinity an x raised to n minus സിഗ്മ n equal to 1 to infinity an minus 1 x raised to n is equal to sigma n equal to 1 to infinity n x raised to n. ഇനി നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്തു. n equal to 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണമെന്ന് നോക്കിയേ. n equal to 1 കൊടുക്കുമ്പോൾ a1x ഫസ്റ്റ് ടൈം നമുക്ക് a1x കിട്ടും. n ന് 2 കൊടുക്കുമ്പോഴോ a2x സ്ക്വയർ കിട്ടും. അടുത്ത എന്താ കിട്ടുന്നത്? a3x3 പ്ലസ് എക്സെട്രാ മൈനസ് 3 into അടുത്തത് നമ്മൾ n ന് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? a0x പ്ലസ് a1 n ന് 2 കൊടുക്കുമ്പോൾ 2 മൈനസ് a1x സ്ക്വയർ പ്ലസ് a2 n ന് 3 കൊടുക്കുമ്പോൾ 3 മൈനസ് a2x ക്യൂബ് n ന് 3 കൊടുക്കുമ്പോൾ 3 മൈനസ് 1 2 a2x ക്യൂബ് പ്ലസ് x is equal to റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ വരുന്നതിലേക്ക് n ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ടേം x ആണ് കിട്ടുന്നത്. n ന് 2 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 2x സ്ക്വയർ വരും. അടുത്ത എന്താ കിട്ടുന്നത്? 3x ക്യൂബ് പ്ലസ് x. നമ്മുടെ സീരീസ് ഒക്കെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നമ്മുടെ g of x എന്ന് പറഞ്ഞാൽ എന്താണ്? a0 plus a1x plus a2x square plus a3x cube plus etc. ആണ്. ആ സീക്വൻസില് ഇവിടെ ആരാണ് കുറവുള്ളത്? a0 കുറവുണ്ട്. ബാക്കി a1x ഉണ്ട്, a2x square ഉണ്ട്, a3x cube എല്ലാ ടേം ഉണ്ട്. അപ്പൊ ഈ g of ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? g of x ൽ നിന്ന് a0 കുറയ്ക്കുന്നതിന് തുല്യമാണ്. g of x ൽ നിന്ന് a0 കുറച്ചാൽ ആ a0 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? a1x plus a2x square plus a3x cube etc. ഇനി മൈനസ് 3 into രണ്ടാമത്തെ കേസ് നോക്കാം. a0x plus a1x square plus a2x cube plus etc. ഇവിടെ നമുക്കൊരു x കൂടുതലാണ്. ആ x നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ a0 plus a1x plus a2x square plus etc. that is equal to. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്തെടുക്കാം? ഒരു x നമ്മൾ പുറത്തെടുത്താൽ നമുക്കൊരു x നമ്മൾ പുറത്തെടുക്കുന്നു. അങ്ങനെ പുറത്തെടുത്താൽ നമുക്ക് എന്തെടുക്കാം? 1 plus 2x 1 plus 2x plus 3x square plus etc. ഇനി ഫസ്റ്റ് ടേം നമ്മൾ ഇങ്ങനെ എഴുതി g of x minus a0 എന്ന് എഴുതി minus 3 into x into ഇവിടെ a0 plus a1x plus a2x etc. എന്ന് പറഞ്ഞാൽ എന്താണ്? g of x ന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ്. g of x എന്ന് എഴുതി is equal to x into ഈ 1 plus 2x plus 3x square plus etc. എന്ന് പറഞ്ഞാൽ എന്താണ്? 1 plus 2x plus 3x square എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 plus 2x plus 3x square plus etc. എന്ന് പറഞ്ഞാൽ 1 by 1 minus x whole square. 1 by 1 minus x whole square ന്റെ എക്സ്പാൻഷൻ ആണ് 1 plus 2x plus 3x square plus etc.
അപ്പൊ നമുക്ക് ഇവിടെ 1 + 2x + 3x² എന്ത് എഴുതാം 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ x ഇൻറ്റു 1 ബൈ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് എ നോട്ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് എത്ര തന്നിരിക്കുന്നത് 1 ആണ് തന്നിരിക്കുന്നത് മൈനസ് 3x ഇൻറ്റു ജി ഓഫ് എക്സ് is equal to x divided by 1 minus x whole square. നെക്സ്റ്റ് സ്റ്റേജില് g of x ഉം minus 3x g of x ഉം കൂടി നമ്മൾ ഒരുമിച്ചെടുത്താൽ ബാക്കി അവിടെ എന്ത് കിട്ടും നമുക്ക് 1 minus 3x into g of x is equal to ഈ -1 അപ്പുറത്തോട്ട് പോകുമ്പോൾ 1 plus x by 1 minus x whole square. അപ്പൊ g of x എന്ന് പറഞ്ഞാൽ എന്താണ് 1 by 1 minus 3x plus x divided by 1 minus 3x into 1 minus x whole square. 1 minus x whole square. So g of x is equal to 1 by 1 minus 3x plus x by 1 minus 3x into 1 minus x whole square. ഇതാണ് നമുക്ക് g of x. ഇനി എന്ത് ചെയ്യണം ഈ രണ്ടാമത്തെ പാർട്ട് ആദ്യത്തെ പാർട്ട് കുഴപ്പമില്ല രണ്ടാമത്തെ പാർട്ടിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എയും ബിയും സിയും കണ്ടുപിടിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൽ നിന്ന് എയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ വരെ ഒന്ന് എല്ലാവരും എഴുതിയിരുത്തേ കൃത്യമായിട്ട് എഴുതിയിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്ത പ്രോസസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നാൽ റെക്കറൻസ് റിലേഷന്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനറേറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് അപ്ലൈ ജനറേറ്റീവ് ഫംഗ്ഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. അല്ലാതെ പഴയ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ ശരിയാവില്ല. ANH + ANP എടുത്ത് ചെയ്താൽ ശരിയാവില്ല. നമ്മൾ ജനറേറ്റീവ് ഫംഗ്ഷന്റെ മെത്തേഡ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് ചെയ്യേണ്ട സ്റ്റെപ്സുകൾ എന്താണ് ആദ്യം തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷനെ ഞാൻ x⁻n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ x⁻n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതിങ്ങനെ അതിനുശേഷം എന്ത് ചെയ്തു ഇവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഏതാണ് n-1 ആണ്. അപ്പൊ n = 1 to ∞ മുതൽ നമ്മൾ എല്ലാത്തിനും സമ്മേഷൻ കൊടുത്തു. അതിനുശേഷം അത് എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോ ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിയത് a1x + a2x² + a3x³ etc ആണ്. ഇത് നമ്മുടെ g of x ന്റെ ജനറേറ്റീവ് ഫംഗ്ഷന്റെ സ്റ്റാൻഡേർഡ് ഫോമില് a0 മാത്രം കുറവുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് പകരം എന്ത് എഴുതാം g of x - a0 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ കേസ് ചെയ്തപ്പോഴോ a0x + a1x² + a2x³ etc ആണ്. നമ്മൾ n 1 കൊടുക്കുമ്പോൾ ആദ്യം a0x വരും a1x² വരും a2x³ etc വരും. അപ്പൊ അതില് ഈ a0x + a1x² + a2x³ etc നമ്മൾ ആരെ പുറത്തെടുക്കാം x നെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. x നെ പുറത്തെടുത്താൽ അകത്ത് എന്താ കിട്ടണേ a0 + a1x + a2x² etc. a0 + a1x + a2x² എന്ന് പറഞ്ഞാൽ എന്താണ് g of x ആണ്. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് -3x × g of x. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കടന്നാലോ റൈറ്റ് ഹാൻഡ് സൈഡിൽ കോമൺ ആയിട്ട് നമ്മൾ x പുറത്തെടുക്കാം. ഇവിടെ n 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ആദ്യത്തെ ടൈം x എന്ന് കിട്ടും. രണ്ടാമത്തെ ടൈം എന്ത് കിട്ടും 2 കൊടുക്കുമ്പോൾ 2x² കിട്ടും. അടുത്ത 3x³ കിട്ടും. അതിന്റെ x പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 + 2x + 3x² etc ആണ്. ഈ 1 + 2x + 3x² etc എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ്പാൻഷൻ ആണ് 1 by 1 minus x whole square ന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ x × 1 by 1 minus x whole square. അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ x by 1 minus x whole square കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് g of x ഉം -3x g of x ഉണ്ട്. അതിൽ രണ്ടിനും കോമൺ ആയിട്ടുള്ള ആരെ പുറത്തെടുത്തു g of x നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 - 3x × g of x = 1 + x by 1 minus x whole square. അപ്പൊ g of x എന്ന് പറഞ്ഞാൽ 1 by 1 minus 3x plus x by 1 minus 3x into 1 minus x whole square. ഇനി നമുക്ക് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ രണ്ടാമത്തെ ടേമിനെ പാർഷ്യൽ ഫ്രാക്ഷൻ രണ്ടാമത്തെ ടേമിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. രണ്ടാമത്തെ ടേം എന്താണ് x by അല്ലേ x by നമുക്ക് 1 - 3x × 1 - x ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 1 - x whole square × 1 - 3x തിരിച്ചെഴുതിയാലും അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ 1 - 3x × 1 - x whole square എന്നോ അല്ലെങ്കിൽ 1 - x whole square × 1 - 3x എന്നോ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. എന്നിട്ട് എന്തിനാ എഴുതണം a by 1 - x
നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് നമ്മൾ പ്ലസ് ടുവിൽ ഇന്റഗ്രേഷൻ പഠിച്ചപ്പോൾ ഇന്റഗ്രേഷന്റെ ഒരു മെത്തേഡ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വളരെ ഡീറ്റെയിൽഡ് പഠിച്ചിട്ടുണ്ട്. പാർഷ്യൽ ഫ്രാക്ഷൻ മൊത്തം 3 മെത്തേഡ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? 1 - x ഹോൾ സ്ക്വയർ വന്നാൽ നമ്മൾ a by 1 - x പ്ലസ് b by 1 - x ഹോൾ സ്ക്വയർ. ഓർക്കണ്ടാവുന്ന തോന്നുന്നു അല്ലേ? ഓർക്കണ്ട. a by 1 - x പ്ലസ് b by 1 - x ഹോൾ സ്ക്വയർ രണ്ടാമത്തെ മെത്തേഡാണ്. പാർഷ്യൽ ഫ്രാക്ഷനിലെ മൊത്തം 3 മെത്തേഡാണ് പഠിച്ചിട്ടുള്ളത്. താഴെ 1 - x ഹോൾ സ്ക്വയർ വന്നാൽ a by 1 - x പ്ലസ് b by 1 - x ഹോൾ സ്ക്വയർ പ്ലസ് c by 1 - 3. ഇനി നമ്മുടെ അടുത്ത എയിം എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് a, b ആൻഡ് c. എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. കണ്ടുപിടിക്കാൻ നോക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് പഠിച്ച കുട്ടികൾക്ക് ഇത് എളുപ്പമായിട്ടായിരിക്കും, അല്ലാത്ത കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ ആദ്യം 2-3 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. അപ്പോ നമ്മൾ എന്താണ് ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡില് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ടേമിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ഇക്വേഷനെ മൊത്തം അങ്ങോട്ട് ഗുണിക്കാം. എല്ലാ ടേമിനെയും ഗുണിക്കുന്നു. അപ്പൊ 1 - x ഹോൾ സ്ക്വയർ ഇൻറ്റു 1 - 3x കൊണ്ട് ഈ ടേമിനെ ഗുണിക്കുന്നു, ഈ ടേമിനെ എല്ലാ ടേമിനെയും ഗുണിക്കും. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്ന മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡ് അതാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഈ ഡിനോമിനേറ്റർ കൊണ്ട് എല്ലാ ടേമിനെയും ഗുണിക്കും. ഈ 1 - x ഹോൾ സ്ക്വയർ ഇൻറ്റു 1 - 3x കൊണ്ട് ഈ ടേമിനെ ഗുണിക്കുമ്പോൾ പിന്നെ ഇവിടെ എന്താ കിട്ടുക? x മാത്രമല്ലേ വരുള്ളൂ. ബാക്കി ആ ടേം ഒക്കെ കട്ടായിരിക്കും അല്ലെ? 1 - x ഹോൾ സ്ക്വയർ ഇൻറ്റു 1 - 3x കൊണ്ട് ഗുണിച്ചാൽ ഇത് കട്ടായിപ്പോ. ഇവിടെ ഗുണിച്ച് കഴിയുമ്പോഴോ a ഇൻറ്റു ഒരു 1 - x പോയിട്ട് ബാക്കി എന്ത് വരും? 1 - x ഇൻറ്റു 1 - 3x പ്ലസ് രണ്ടാമത്തെ കേസിൽ എന്ത് വരും? b ഇൻറ്റു 1 - x ഹോൾ സ്ക്വയർ പോയിട്ട് ബാക്കി എന്ത് വരും? 1 - 3x. മൂന്നാമത്തെ കേസിൽ എന്ത് വരും? c ഇൻറ്റു 1 - x ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. മറന്നുപോയ കുട്ടികൾ ശ്രദ്ധിക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമുകളെയും റൈറ്റ് ഹാൻഡ് സൈഡ് ടേമിനെയും എല്ലാത്തിനെയാണ് ഗുണിക്കും. അപ്പൊ ഗുണിച്ചു കഴിയുമ്പോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പിന്നെ ന്യൂമറേറ്റർ മാത്രം അവശേഷിക്കുള്ളൂ. ഇല്ല, റൈറ്റ് ഹാൻഡ് സൈഡിലോ ഈ 1 - x പോയിട്ട് ബാക്കി 1 - x ഇൻറ്റു 1 - 3x വരും. രണ്ടാമത്തേലോ b ഇൻറ്റു 1 - 3x വരും. മൂന്നാമത്തേലോ c ഇൻറ്റു 1 - x ഹോൾ സ്ക്വയർ വരും. അപ്പൊ ഇവിടെ 1 - x പോണെങ്കിൽ ഒരു 1 - x കൊണ്ട് കട്ടായി പോകുന്നു. ഇവിടെ 1 - x ഹോൾ സ്ക്വയർ കട്ടായി പോയിട്ട് 1 - 3x വരുന്നു. അടുത്ത 1 - 3x കട്ടായി പോയിട്ട് 1 - x ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? എയും ബിയും സി കണ്ടുപിടിക്കാം. എയും ബിയും സിയും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന മാർഗം എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ മൊത്തം എത്ര കോൺസ്റ്റന്റ് ഉണ്ട്? ഇവിടെ മൊത്തം എത്ര കോൺസ്റ്റന്റ് ഉണ്ട്? 3 കോൺസ്റ്റന്റ് ഉണ്ട്. 3 കോൺസ്റ്റന്റ്, 2 കോൺസ്റ്റന്റ് എലിമിനേറ്റ് ചെയ്താൽ മൂന്നാമത്തെ കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2 കോൺസ്റ്റന്റ് എലിമിനേറ്റ് ചെയ്യാവുന്ന വിധത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ നീക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പുട്ട് x is equal to 1. x ന് 1 കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര കിട്ടും? 1. റൈറ്റ് ഹാൻഡ് സൈഡിലോ 1 - 1 0. ഈ ടേം 0 ആയി കഴിഞ്ഞാൽ ഈ ടേം മൊത്തം 0 ആയി പോയി. കണ്ടോ? മൊത്തം 0 ആയി. പ്ലസ് b ഇൻറ്റു രണ്ടാമത്തെ കേസിലോ 1 - 3. അപ്പോ 1 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? -2. ഇനി മൂന്നാമത്തെ ടേമോ അതും 0 ആയി. therefore b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 1/-2. ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് കിട്ടി. b യുടെ വാല്യൂ എന്ത് കിട്ടി? 1/-2. ഇനി നമുക്ക് അടുത്ത കോൺസ്റ്റന്റ് വാല്യൂ കിട്ടണം. അടുത്ത കോൺസ്റ്റന്റ് വാല്യൂ കിട്ടണ എന്താ ചെയ്യാ? പുട്ട് x is equal to നമുക്ക് ഏത് കൊടുക്കാം? x is equal to 1/3 എന്ന് കൊടുക്കാം. 1/3 കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? 1/3 കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടണേ? ഈ 3 ഇൻറ്റു 1/3. x ന് 1/3 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 1/3 ഇത് 1 ആയിട്ട് മാറും. ഈ ടേം 0 ആയി കഴിഞ്ഞാൽ ഈ ടേം മൊത്തം അങ്ങോട്ട് 0 ആയി പോകും. അപ്പൊ എയുടെ പാർട്ട് മൊത്തം 0 ആയി. പ്ലസ് b ഇൻറ്റു ഇവിടെ x ന് 1/3 കൊടുക്കുമ്പോൾ 1 - 1 ഇതും 0 ആയി പോയി. ഈ ടേമും 0 ആയി. അടുത്ത കേസിലോ c ഇൻറ്റു 1 - 1/3 ദ ഹോൾ സ്ക്വയർ. എന്താണ് 1 - 1/3? 1 - 1/3 2/3. 2/3 സ്ക്വയർ എത്രയാണ്? 4/. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/3 is equal to c into 4/9. ഈ 9 ഉം 3 ഉം കിട്ടി, 3 എന്ന് വന്നു. therefore c യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നു? c യുടെ വാല്യൂ
3/4. അപ്പൊ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി. സിയുടെ വാല്യൂ എത്രയാണ്? 3/4 എന്ന് കിട്ടി. സിയുടെ വാല്യൂ 3/4. ഇനി നമുക്ക് ആരെ കിട്ടണ്ടേ? ഇനി നമുക്ക് കിട്ടേണ്ടത് എയുടെ വാല്യൂ ആണ്. ബിയും കിട്ടി, സിയും കിട്ടി. അപ്പൊ ബിയും സിയും കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? x = 1 കൊടുത്തു, x = 1/3 കൊടുത്തു. ഇനി അങ്ങനെ വല്ലതും കൊടുക്കാനുണ്ടോ നമുക്ക് നമ്മുടെ കയ്യില്? x = 1 കൊടുത്തപ്പോ എ പോയി, അതുപോലെ സി പോയി. x = 1/3 കൊടുത്തപ്പോ എയും പോയി, ബിയും പോയി. ഇനി അതുപോലെ വല്ലതും കൊടുത്താൽ നമുക്ക് എ മാത്രം കിട്ടാവുന്ന വല്ല മാർഗം ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് എന്താ മാർഗം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറ്റൂല. x = 1 or 2 അങ്ങനെ കൊടുത്ത് ന്യൂമറിക്കൽ നമ്പർ കൊടുത്ത് രണ്ടെണ്ണത്തിന് എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് x = 1 കൊണ്ടും x = 1/3 കൊണ്ട് തീർന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമുക്ക് എയുടെ വാല്യൂ കിട്ടിയേ പറ്റൂ. എയുടെ വാല്യൂ കിട്ടാനായിട്ട് കമ്പയറിംഗ് ദ കോഎഫിഷ്യന്റ്സ് ഓഫ് comparing the coefficients of x square on both sides. രണ്ട് വശത്തുമുള്ള x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യും. അങ്ങനെ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? അങ്ങനെ ഒരു ടേം ഇല്ല, x സ്ക്വയർ ഇല്ല, അപ്പൊ 0. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? 1 - x × 1 - 3x. അപ്പോ ഇത് ഗുണിച്ച് ചെയ്യുമ്പോൾ 1 × 1 1 × -3x -x × 1 -x × -3x. അപ്പൊ +3x². അപ്പൊ 3a എന്ന് കിട്ടും. ഇവിടെയാണെങ്കിലോ ഇവിടെ ഇല്ല, x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇല്ല. അവിടെയാണെങ്കിലോ +c എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആരെ കിട്ടേണ്ടത്? a നെ കിട്ടണം. അപ്പൊ 3a എന്ന് പറഞ്ഞാൽ എന്താണ്? -c എന്ന് വരും. c യുടെ വാല്യൂ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 3/4 ആണ്. -3/4. അപ്പൊ 3 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ a യുടെ വാല്യൂ എത്ര കിട്ടി? -3/4. അപ്പൊ നമുക്ക് a കിട്ടി, അതുപോലെ b കിട്ടി, അതുപോലെ c കിട്ടി. എയും ബിയും സിയും കിട്ടി കഴിഞ്ഞു അല്ലെ? ഇനി എയും ബിയും സിയുടെ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ g of x കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്താണ്? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡില് നമ്മൾ ചെയ്തെന്താണ്? നമുക്ക് ഈ തന്നിരിക്കുന്ന രണ്ടാമത് കിടക്കുന്ന ഈ സംഭവത്തെ 2-3 കഷ്ണങ്ങളായിട്ടാണ് തിരിക്കണം. പാർഷ്യലായിട്ട് ഫ്രാക്ഷൻ പല പല ഫ്രാക്ഷൻ ആക്കണം. അപ്പൊ അതിന് നമ്മൾ ചെയ്ത മെത്തേഡാണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. അപ്പൊ അതിനെന്ത് ചെയ്തു? x/1 - 3x × 1 - x ഹോൾ സ്ക്വയറിനെ 3 തിരിച്ചപ്പോ a/1 - x b/1 - x ഹോൾ സ്ക്വയർ c/1 - 3x. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പിന്നെ എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പ് പാർഷ്യൽ ഫ്രാക്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ മൊത്തം അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാ ടൈമിലും മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ x എന്ന് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു 1 - x പോകുമ്പോൾ 1 - x × 1 - 3x വരും. സെക്കൻഡ് ടൈം b × 1 - 3x വരും. മൂന്നാമത്തേൽ c × 1 - x ഹോൾ സ്ക്വയർ. ഈ ഒരു സ്റ്റെപ്പ് വെരി ഇമ്പോർട്ടന്റ് ആണ്. പല കുട്ടികളും ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ പഠിക്കാത്ത കുട്ടികള് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് മറന്നുപോയ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നോക്കണം. നമുക്കിവിടെ 3 കോൺസ്റ്റന്റ് ആണുള്ളത്. a ഉണ്ട്, b ഉണ്ട്, c ഉണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്ത് പോയാൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാം. അങ്ങനെ പറ്റിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ x = 1 കൊടുക്കുമ്പോൾ എയുടെ പാർട്ട് 0 ആയി, സിയുടെ പാർട്ട് 0 ആയി, b കിട്ടി. ബിയുടെ വാല്യൂ 1/-2. അതുപോലെ x = 1/3 കൊടുക്കുമ്പോഴോ ഇവിടെ നമുക്ക് എയുടെ പാർട്ട് 0 ആയി, അതുപോലെ ബിയുടെ പാർട്ട് 0 ആയി, c 3/4 കിട്ടി. ഇനി നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കഥ നമ്മുടെ കയ്യിലില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? നമ്മൾ കമ്പയറിംഗ് ദ ഹയസ്റ്റ് പവർ, എക്സിന്റെ ഏറ്റവും വലിയ പവർ ഏതാണ്? x സ്ക്വയറിന്റെ പവർ ഉള്ള ടേമിനെ നമ്മൾ കമ്പയർ ചെയ്യും. ഏറ്റവും ഹയസ്റ്റ് പവർ ആദ്യം കമ്പയർ ചെയ്യും. അതിനുശേഷം തൊട്ടടുത്ത പവർ കിട്ടിയില്ലെങ്കിൽ അടുത്തതിലേക്ക് എടുക്കാം. ഇപ്പൊ x സ്ക്വയറിന്റെ പവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോൾ ഒന്നുമില്ല, 0 ആണ്. ഇവിടെ ആദ്യത്തേൽ നോക്കുമ്പോഴോ ഇതൊന്നും ഗുണിച്ച് നോക്കണമെന്നില്ല, അങ്ങനെ നോക്കിയാൽ മതി. 1 × 1 1 × -3x -x × 1 -x × -3x. ഇതാണ് x സ്ക്വയറിന്റെ ടേം. അപ്പൊ -x ന് പ്ലസ് ആവും 3x². അപ്പൊ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 3a. അതുപോലെ 1 - x ഹോൾ സ്ക്വയറിലെ 1 + x². അപ്പൊ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 3a + c = 0 എന്ന് കിട്ടുന്നു. എയുടെ വാല്യൂ എന്ത് കിട്ടുന്നു? എയുടെ വാല്യൂ -1/4. അപ്പൊ നമുക്ക് a കിട്ടി, b കിട്ടി, c കിട്ടി. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. എല്ലാവരും എഴുതിയെടുക്കാം. എഴുതിയെടുത്തില്ലേ? ക്ലിയർ ആയി വിചാരിക്കണം. പാർഷ്യൽ ഫ്രാക്ഷൻ മറന്നുപോയ കുട്ടികള്
ഒന്ന് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാം. ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. മെത്തേഡ് ഓഫ് ജനറേറ്റഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്ന കേസുകൾ വരും. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അപ്പൊ ഞാൻ അത് മാറ്റലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വാല്യൂസ് ഒക്കെ നമുക്കൊന്ന് എടുത്തെഴുതാം. വാല്യൂസ് ഏതൊക്കെയാണ്? എയുടെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് -1/4 ആണ്. എ ഇവിടെ എഴുതി വെക്കാണ്. എ -1/4 ആണ്. ബിയുടെ വാല്യൂ എത്രയായിരുന്നു? ബി എന്നുള്ളത് -1/2 ആണ്. സി എന്താണ്? 3/4 ആണ്. എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ എഴുതി വെച്ചു. അപ്പൊ നമ്മള് ജി ഓഫ് എക്സ് എഴുതാം. ഇനി ജി ഓഫ് എക്സ് എഴുതുമ്പോ ജി ഓഫ് എക്സ് എന്താണ്? 1/1 - 3x പ്ലസ് x by 1 - 3x into 1 - x whole square എന്ന് പകരം എന്ത് എഴുതാം? a by 1 - x plus b by 1 - x whole square plus c by 1 - 3x. ഇത് നമുക്ക് ആ വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ g of x is equal to 1/1 - 3x plus a എത്രയായിരുന്നു? -1/4 1 - x plus b എത്രയായിരുന്നു? -1/2 1 - x whole square. c എത്രയായിരുന്നു? 3/4 1 - 3x. എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിൽ ഈ ഒന്നാമത്തെ ടേമും അവസാനത്തെ ടേം ഒരേപോലത്തെ ടേമാണ്. രണ്ടിന്റെ LCM 1 - 3x ആണ്. ഇപ്പൊ ന്യൂമറേറ്റർ കൂട്ടുമ്പോൾ 1 + 3/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 4 3 7 7/4. അപ്പൊ നമുക്ക് ഈ ടേം നമുക്ക് എങ്ങനെ എഴുതാം? 7/4 by 1 - 3x പ്ലസ് -1/4 1/1 - 6 -1/2 into 1 - x whole square. ഇതാണ് നമുക്ക് g of x. ഇനി g of x ൽ നിന്ന് നമുക്ക് ആരെ കിട്ടണം? നമുക്ക് a-ന്റെ വാല്യൂ കിട്ടണം. നമ്മൾ ആ റെക്കൺസിലേഷൻ സോൾവ് ചെയ്ത് a കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. ഇനി a കണ്ടുപിടിക്കണം. അപ്പൊ a കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? ഇതിങ്ങനെ എഴുതിയതിനു ശേഷം നമ്മൾ ഇതിന്റെ a കണ്ടുപിടിക്കാൻ പോകും. a കണ്ടുപിടിക്കണമെങ്കിൽ g of x എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സിഗ്മ n = 0 to infinity a n x raised to. അപ്പൊ n-ന് 1 കൊടുക്കുക, n 0 കൊടുക്കുമ്പോൾ a0 വരും. then a1 x വരും, a2 x square ഇങ്ങനെ etc. ഇതാണ് g of x ന്റെ ഫോം. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് എഴുതാം? 7/4 into ഈ 1 - 3x എന്നുള്ള എന്താണ്? മുകളിലോട്ട് പോകുമ്പോൾ 1 - 3x whole raised to -1. അതുപോലെ -1/4 into 1 - x whole raised to -1. ഇവിടെ എന്താണ്? -1/2 into 1 - x whole raised to -2. താഴെയുള്ളതിനൊക്കെ നമ്മൾ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് ഇതിന് a ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കാം. ഇവിടെ ആദ്യത്തെ ടൈം 7/4 ആണ്. 7/4 into ഈ 1 - 3x whole raised to 4 എന്നുള്ളത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേം ഏതാണ്? 1 + 3x + 3x whole square. 1 - x whole raised to -1 ന്റെ എക്സ്പാൻഷൻ ആണ്. 1 - x whole raised to -1 ന്റെ എക്സ്പാൻഷൻ അനുസരിച്ച് ഇവിടെ 1 + 3x + 3x square + 3x whole cube plus etc. -1/4 into 1 - x whole raised to -1 ന്റെ എക്സ്പാൻഷൻ എന്താണ്? 1 + x + x square + x cube plus etc. അടുത്ത എന്താണ്? -1/2 into 1 - x whole raised to -2 ന്റെ എക്സ്പാൻഷൻ എന്താണ്? 1 + 2x + 3x square plus etc. എക്സ്പാൻഷൻ. ഇനി ഇതിന്റെ സിഗ്മ നൊട്ടേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 7/4 into സിഗ്മ n = 0 to infinity. n = 0 to infinity. then ഇവിടെ നമുക്ക് 3 raised to n x raised to n എഴുതാം. എന്ന് പറഞ്ഞാൽ n-ന് 0 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ആദ്യം 1 കിട്ടും. n-ന് 1 കൊടുത്താൽ എന്താ കിട്ടുന്നത്? 3x കിട്ടും. n-ന് 2 കൊടുത്താൽ എന്താ കിട്ടുന്നത്? 3x whole square കിട്ടും. n-ന് 2 കൊടുത്താൽ n = 2 കൊടുത്താൽ 3x whole square. n = 3 കൊടുത്താലോ 3x whole cube etc. അപ്പൊ അങ്ങനെ എഴുതി. then -1/4 into
ഇവിടെ 1 പ്ലസ് എക്സ് എക്സ് സ്ക്വയർ എക്സെട്ര എന്നുള്ളത് എന്താ എഴുതാം സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1 റൈസ് ടു n ഇൻറ്റു എക്സ് റൈസ് ടു n ന് 0 കൊടുത്താൽ നമുക്ക് ആദ്യം 1 കിട്ടും n ന് 1 കൊടുത്താലോ നമുക്ക് x കിട്ടും n ന് 2 കൊടുത്താൽ എന്ത് കിട്ടും എക്സ് സ്ക്വയർ കിട്ടും എക്സ് മൈനസ് 1/2 ഇൻറ്റു ഇവിടെ എന്താണ് 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സെട്ര അവിടെ നമ്മൾ എന്താ കൊടുക്കണ്ടേ സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു n പ്ലസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു കാരണം എന്താണ് n ന് 0 കൊടുത്താൽ നമുക്ക് ആദ്യത്തെ ടേം എന്ത് കിട്ടും 1 കിട്ടും n ന് 1 കൊടുത്താലോ 1 1 2 2x കിട്ടും n ന് 2 കൊടുത്താലോ 2 1 3 എക്സ് സ്ക്വയർ അങ്ങനെ നമുക്ക് ആ ടേം കിട്ടും അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ സിഗ്മ നൊട്ടേഷൻ എഴുതും സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an x ഇത് നമുക്ക് എന്താ കിട്ടണ്ടേ കമ്പയർ ചെയ്ത് n കണ്ടുപിടിക്കും ഇതിന്റെ എല്ലാത്തിൽ നിന്നുള്ള n എടുക്കുക n എടുക്കുമ്പോ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് an എടുത്തു റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ 7/4 ഇൻറ്റു ഇവിടെ നിന്ന് 3 റൈസ് ടു n എടുത്തു അപ്പൊ ആദ്യത്തെ 7/4 ഇൻറ്റു 3 റൈസ് ടു n രണ്ടാമത്തെ മൈനസ് 1/4 ഇൻറ്റു 1 റൈസ് ടു n 1 റൈസ് ടു n മൈനസ് 1/2 ഇൻറ്റു അവിടെ എന്താണ് n പ്ലസ് 1 അല്ലേ 1/2 ഇൻറ്റു n പ്ലസ് 1/2 ഇൻറ്റു n പ്ലസ് അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് an is equal to 7/4 ഇൻറ്റു 3 റൈസ് ടു n മൈനസ് 1/2 ഇൻറ്റു n പ്ലസ് 1 മൈനസ് 1/4 അതായത് ഇതിൽ ഒന്നുകൂടി എഴുതി കഴിഞ്ഞാൽ 7/4 ഇൻറ്റു 3 റൈസ് ടു n ഇവിടെ മൈനസ് 1/4 ഇവിടെ നമുക്ക് മൈനസ് 1/2 ഇൻറ്റു n പ്ലസ് നമ്മുടെ ഫൈനൽ ആൻസർ ഇതാണ് നമ്മുടെ റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് എഴുതിയിരിക്കുന്നത് 7/4 ഇൻറ്റു 3 റൈസ് ടു n മൈനസ് 1/2 ഇൻറ്റു n പ്ലസ് 1 മൈനസ് 1/4 എന്നാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയ ആൻസർ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജനറേറ്റീവ് ഫംഗ്ഷൻ മെത്തേഡ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യുന്ന പ്രൊസീജിയർ അപ്പൊ ആ സ്റ്റെപ്സ് ഒരുപാട് സ്റ്റെപ്സുകളുണ്ട് സ്റ്റെപ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ആദ്യം എക്സ് റൈസ് ടു n കൊണ്ട് ഗുണിച്ചു എന്നിട്ട് സിഗ്മ എടുത്തു എന്നിട്ട് g ഓഫ് എക്സിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് g ഓഫ് എക്സ് കണ്ടുപിടിച്ചു പിന്നെ g ഓഫ് എക്സ് എന്റെ രൂപത്തിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തതിനു ശേഷം നമ്മൾ അവസാനം നമ്മൾ ഇത് എഴുതി ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ഫോർമുല പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇപ്പൊ 1/1 - 3x എന്നുള്ളത് 3 റൈസ് ടു n ആണ് നിങ്ങൾ ആ ഫോർമുല ഓർത്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ടേം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ഇതൊന്നും എഴുതേണ്ട ആവശ്യം നമുക്ക് പറ്റില്ല 1/1 - 3x എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ 3 റൈസ് ടു n എന്ന് എഴുതാം അതുപോലെ 1/1 - x എന്ന് കണ്ടാൽ നിങ്ങൾക്ക് അതിനെ 1 റൈസ് ടു n എന്ന് എഴുതാം 1/1 - x ഹോൾ സ്ക്വയർ എന്ന് കണ്ടാൽ നമുക്ക് എന്ത് എഴുതാം n+1 എഴുതാം നിങ്ങൾ ആ ഫോർമുല പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം ഈ ഫോർമുല മറന്നുപോകുന്ന കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അപ്പൊ കുറച്ച് സമയം എടുക്കും ഫോർമുല പഠിച്ചു വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ആൻസർ എഴുതാം g ഓഫ് x 7/4 ഇൻറ്റു 1 - 3x മൈനസ് 1/4 ഇൻറ്റു 1/1 - 3x മൈനസ് 1/2 ഇൻറ്റു 1/1 - x ഹോൾ സ്ക്വയർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1 - 3x ന്റെ ആൻസർ 3 റൈസ് ടു n 1/1 - x ന്റെ ആൻസർ 1 റൈസ് ടു n എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് 1/1 - x ഹോൾ സ്ക്വയറിന്റെ ആൻസർ n+1 എന്ന് നമുക്ക് നേരിട്ട് എഴുതാം അങ്ങനെ നേരിട്ട് എഴുതാനായിട്ട് അറിയില്ലാത്ത കുട്ടികളെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ സീരീസ് എക്സ്പാൻഡ് ചെയ്ത് നോക്കി അത് കമ്പയർ ചെയ്ത് ഇങ്ങനെയാണ് ഒരു റെക്കറൻസ് റിലേഷൻ ജനറേറ്റീവ് ഫംഗ്ഷൻ മെത്തേഡില് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന പ്രൊസീജിയർ കേട്ടോ എഴുതി പഠിച്ചോളൂ വളരെ പ്രധാനപ്പെട്ടതാണ് ജനറേറ്റീവ് ഫംഗ്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ജനറേറ്റീവ് ഫംഗ്ഷൻ മെത്തേഡ് തന്നെ ഉപയോഗിച്ചോളണം എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് ലഭിക്കുള്ളൂ കേട്ടോ ഓക്കെ ശരി